ഹലോ ഗൈസ്, ഒരുപാട് ദിവസത്തിന് ശേഷമായിട്ട് ഒരു വ്ളോഗ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. പിന്നെ എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ്? അടിപൊളിയായിട്ടില്ലേ? പുതിയ ഡ്രസ്സാണ് ഗൈസ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ പുതിയ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഇച്ചിരി അങ്ങോട്ട് ഒരു ആട്ടം. അപ്പോൾ അങ്ങനെ കണക്കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ കഴിക്കാൻ പോവാണ് ഗൈസ്. എവിടേക്കെന്നറിയോ? അമ്പലത്തിക്കാണ് കേട്ടോ. പിന്നെ ഇല്ലടാ, ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീയുടെ വീഡിയോ കുറച്ച് നാൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് ഇല്ലടാ, ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. ഞാൻ ഇത്രയ്ക്ക് അങ്ങോട്ട് ഞാൻ സത്യം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാത്തിലും നമുക്ക് കമൻസിലും അതിനോടൊപ്പം തന്നെ ഡയറക്റ്റും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്ത് വേണം, എന്നെയൊക്കെ സംബന്ധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം. കഴിഞ്ഞു പോയ കാലമാണ് അവർ ഇതിലൂടെ കണ്ട് ഞങ്ങളിങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട്. എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇത്രയും അധികം ഫീഡ്ബാക്ക് കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ആർക്കൊക്കെ ഇഷ്ടമാണ് ഈ ചന്ദനം ഇങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഇത്തിരി കയ്യിലൊക്കെ പുരട്ടി മണക്കാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചന്ദനത്തിൻ്റെ മണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ അമ്പലം വന്നിട്ട്. അപ്പോൾ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് 9 വർഷമാവാനാട്ടോ പോകുന്നത്. അപ്പോൾ ഈ 9 വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഇത്രയും അടുത്തുള്ള ഇടുക്കാവ് ഭഗവതി ക്ഷേത്രം കേട്ടോ. അപ്പോൾ നമ്മൾ തൊഴാനൊക്കെ പോവും. അപ്പോൾ തോറ്റമ്പാട്ടാണ് കേട്ടോ. അപ്പോൾ 3 ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ അതിൽ പോകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ പോകുന്നത്. നമ്മൾ എല്ലാം പ്ലാൻ ചെയ്ത് വെക്കലൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ പെട്ടെന്നുള്ള പരിപാടികളാണ്. അപ്പോൾ നിങ്ങളെവിടെയൊക്കെ ഉണ്ടോ ഈ തോറ്റമ്പാട്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ പാലക്കാട് ഉണ്ട്. ഇത്ര കൂടെ കൂട്ടിന് നമ്മുടെ ബിന്ദു ചേച്ചി ഉണ്ട് കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ ബിന്ദു ചേച്ചി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈ നട്ടപ്ര വെയിലത്ത് പോവാണ് ഗൈസ്. ഒരു 12:30 ആയതുകൊണ്ട് നമ്മുടെ അമ്പലം എത്തി കേട്ടോ. ആൽത്തറയും കുളവും അതാ നമ്മൾ നേരെ കയറി പോകുന്നത് അമ്പലത്തിലേക്കാണ് കേട്ടോ. ഒരു വനത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മുടെ ഇടുക്കാവ് ഭഗവതി ക്ഷേത്രമൊക്കെ അറിയുന്നവരും കൂടി കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തൊഴാൻ പോകുന്നൊരു ക്ഷേത്രമാണ്, വീടിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഫേമസ് ആണ് നമ്മുടെ ഇടുക്കാവ് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. തോറ്റമ്പാട്ട് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്, ഫുഡിൻ്റെ സമയമായപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ 3 ദിവസത്തെ പരിപാടി എന്നാണ് എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞത്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ട് വശം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് തിരക്ക് ഇത്തിരി കുറവായിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു തിക്കും തിരക്കും ബഹളമൊക്കെ ആയിരിക്കുന്നു. അപ്പോൾ ഈ ചേച്ചിയില്ലേ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടടാന്ന് പറഞ്ഞിട്ട് ഓടി സംസാരിച്ച കേട്ടോ. കേറ്ററിംഗിൽ ചേച്ചി, ഫുഡ് വിളമ്പണ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ആ ചേച്ചി വന്ന് കണ്ടിട്ടുണ്ട് എന്ന് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ സുഭിക്ഷമായി അടിപൊളിയായിട്ട് വയറ് നിറയെ ഫുഡ് നമ്മൾ എന്താ പറയുക പ്രസാദ് കൂട്ടൊക്കെ കഴിച്ച് ഒരു അടിപൊളി പായസമൊക്കെ കഴിച്ചു. വാമിക്കുട്ടിക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നീലും അമ്മയും തലേദിവസം വന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്.